വളാഞ്ചേരി കാട്ടിപ്പരുത്തി കറ്റട്ടിക്കുളം പരിസരത്ത് രാത്രിയുടെ മറവിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളിയതായി പരാതി. വളാഞ്ചേരി നഗരസഭയിലെ 23-ാം ഡിവിഷനിൽപ്പെട്ട കാട്ടിപ്പരുത്തി കറ്റട്ടിക്കുളം പരിസരത്താണ് രാത്രിയുടെ മറവിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് റോഡരികിൽ വൻതോതിൽ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് പ്ലേറ്റുകളും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കറ്റട്ടിക്കുളത്തിന് സമീപം പരിസര പ്രദേശങ്ങളിലെ ചെറിയ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ നഗരസഭ ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഭക്ഷണമാലിന്യം കൊണ്ട് ആ ബോക്സുകൾ നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ്. കടുത്ത വേനലിൽ ജനങ്ങൾ കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി ആശ്രയിക്കുന്ന പൊതുജലാശയത്തിന് തൊട്ടടുത്താണ് ഈ സാമൂഹിക വിരുദ്ധ നടപടി. തെരുവുനായ്ക്കളുടെ ശല്യം. റോഡരികിൽ തള്ളിയ മാലിന്യങ്ങൾ തെരുവുനായ്ക്കളും പക്ഷികളും കടിച്ചുകീറി പരിസരമാകെ ചിതറിയ നിലയിലാണ്. ഇത് പ്രദേശത്ത് കടുത്ത ദുർഗന്ധം പടരാൻ കാരണമായിട്ടുണ്ട്. വേനൽ കടുത്തതോടെ ജലജന്യ രോഗങ്ങൾ പടരാനുള്ള സാധ്യത കണക്കിലെടുത്ത് നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. കുളിക്കാനെത്തുന്നവരും കാൽനടയാത്രക്കാരും മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണിവിടെ. പ്രദേശത്ത് നഗരസഭ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച് മാലിന്യം തള്ളിയ വാഹനങ്ങളെയും വ്യക്തികളെയും ഉടൻ കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്ന് രാവിലെ ഒരു 11 മണിക്ക് അവിടെ വന്നപ്പോൾ നായ്ക്കൾ വട്ടം കൂടി തിന്നാണ്. അപ്പോൾ ഇത് കിടക്കാനുണ്ട്. അന്നേരം വൈകുന്നേരം പോകുമ്പോൾ സാധനം കാണാനില്ല. രാവിലെ 11 മണിക്ക് വന്നപ്പോൾ ഇതേമാതിരി കിടക്കുന്നുണ്ട്. നായ്ക്കൾ ഇതോളം കൂടിയിട്ടുണ്ട്. ഇല്ല, ഞാൻ വന്ന് കണ്ടു. ഇവിടെ കുറെ ആൾക്കാർ കൂട്ടായ്മക്കാരൊക്കെ അവിടെ ഉള്ളതാണ്. നമ്മൾ ഇവിടുത്തെ കാര്യം ഒക്കെ ഇത് കൂടിയൊക്കെ പോലെ കിട്ടിയതാണ്. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറ നോക്കിയാൽ കാണും. ചിലപ്പോൾ ആളെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കാണാം. അത്രേ അറിയുള്ളൂ. എല്ലാപ്പൊക്കെ ഒന്നും അറിയില്ല. ഞാൻ വന്നപ്പോൾ ഇങ്ങനെ കാണുന്നത്. നഗരസഭ അധികൃതർക്കും പോലീസിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. കുറ്റക്കാരെ കണ്ടെത്തി അവർക്കെതിരെ കർശനമായ പിഴയും നിയമ നടപടികളും സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് 3Max Live. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.